കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് ദൈവമഹത്വത്തിനായി സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും എണ്ണിയാൽ തീരാത്ത വിധം നന്ദി അർപ്പിക്കുന്നു. ഈശോയ്ക്ക് എന്നും എപ്പോഴും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡെന്നി റോസ് അഗസ്റ്റിൻ. ഞാൻ പാലാ പൂവത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു BSc നഴ്സാണ്. ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് 2024 ഒക്ടോബർ 3-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി ഉണ്ടായ കാരണം 3.5 വർഷമായിട്ട് എനിക്കുണ്ടായ ജോലി തടസ്സവും അതുമൂലമുണ്ടായ മാനസികമായ ബുദ്ധിമുട്ടുകളുമാണ്. ഞാൻ 2020 നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം OET ദൈവാനുഗ്രഹത്താൽ പാസ്സായി. എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. എനിക്ക് UK പോകാനായിരുന്നു ആഗ്രഹം. എൻ്റെ ചേച്ചിയും UK ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. തുടർന്ന് എഴുതാനുള്ള പൈസ ചിലവ് കൊണ്ടും OET നല്ല പാടായിരുന്നതുകൊണ്ടും ഞാൻ അയർലൻഡ് പ്രോസസ്സിങ്ങുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് നല്ല ഡിലേ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ഈശോയുടെ അനുഗ്രഹത്താൽ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി നോക്കി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വേക്കൻസീസ് എല്ലാം വളരെ കുറവാണ്, അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് ഇല്ലയെന്ന് തന്നെ വേണേൽ പറയാം. അങ്ങനെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ഏജൻസികളെയും വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്ന ഏജൻസി നഴ്സിംഗ് ഹോമിലേക്കായിരുന്നു മെയിനായിട്ടും കൊണ്ടുപോകൊണ്ടിരുന്നത്. അങ്ങനെ പല ഏജൻസികളെ വിളിച്ചു. എല്ലായിടത്തു നിന്നും നോ എന്നുള്ളൊരു ഉത്തരവാണ് കിട്ടുന്നത്. അങ്ങനെ എന്നാലും പ്രതീക്ഷ ഞാൻ കൈവിടിഞ്ഞില്ല. ഞാൻ പ്രത്യേക സാഹചര്യം കൊണ്ട് റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അയർലൻഡിൽ പോകാൻ പറ്റുമെന്ന്. പക്ഷേ കുറേയൊക്കെ അന്വേഷിച്ചിട്ട് നോക്കിയിട്ടൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈയും ഇല്ല. അങ്ങനെ ഇരിക്കെ ഒരു ഏജൻസീനെ വിളിച്ചപ്പോൾ അവർ പറയാനിടയായി, ഇനിയിപ്പോൾ ഇൻ കേസ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ തന്നെയും അയർലൻഡ് പോയി കഴിയുമ്പോൾ എൻ്റെ OET വാലിഡ് ആയിരിക്കണം. അപ്പോഴേക്കും എൻ്റെ OETയുടെ വാലിഡിറ്റി ഇനി 2 മാസവും കൂടെ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തിയായിരുന്നു. അപ്പോൾ എങ്ങനെ പോയാലും എനിക്ക് OET ഇനി ഒന്നുകൂടെ എഴുതണം. അതുവരെ ഇനി ഒരു OET എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഒന്നുകൂടെ OET പരീക്ഷ എഴുതി. ഈശോയും മാതാവ് അനുഗ്രഹിച്ച് UK സ്കോറോടുകൂടിയാണ് എനിക്ക് പാസ്സാക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി അയർലൻഡ് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ UK പ്രോസസ്സിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് നോക്കിയപ്പോൾ എനിക്ക് അവിടെയും ഒരു രക്ഷയില്ല. എൻ്റെ ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഒരു പ്രശ്നമായി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഗ്യാപ്പ് കൂടാതിരിക്കാൻ ഞാൻ വോളണ്ടറി സ്റ്റാഫായിട്ട് ശമ്പളം ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയായിരുന്നു. നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ UKയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും എനിക്കത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട്, ഹരിത എന്നാണ് പേര്, ഹിന്ദുവാണ്. ആളെനിക്ക് ഒരു സാക്ഷ്യം അയച്ചു തന്നു. അത് എൻ്റെ കൂടെ പഠിച്ച മറ്റൊരാളുടെ സാക്ഷ്യമാണ്. ആൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് പറ്റി. അപ്പോൾ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും. ആളുടെ പേര് ജോസ്മിൻ എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തിയിലൂടെയാണ് കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റിയത്. പക്ഷെ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ മറ്റു പല പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഒരു രക്ഷയില്ല. എൻ്റെ മാനസികമായ നില വല്ലാതെ ഒരു അവസ്ഥയിലായി. ഞാൻ ഒത്തിരി തകർന്നു. അപ്പോൾ ഒരു ബിഗ് സീറോ എന്നൊരു അവസ്ഥയിലായി ഞാൻ. അങ്ങനെ ഞാൻ 2024 ഒക്ടോബർ 3-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പുതിയ പാത്വേ, അതായത് UK പോയി വിസിറ്റിംഗ് വിസയിൽ പോയി OSCE പരീക്ഷ എഴുതുന്ന ഒരു പുതിയൊരു പാത്വേ ഒരു ഏജൻസി നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിനെല്ലാം നല്ല ചിലവുണ്ട്. എങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയും സാമ്പത്തികമായ നല്ല ബുദ്ധിമുട്ട് വീട്ടിലുള്ളത് കൊണ്ടും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇതിനൊരു സപ്പോർട്ട് തന്നു. അങ്ങനെ ഞാനാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ പോയി OSCE പരീക്ഷ എഴുതാൻ ആ ഒരു ഇത് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാണ് സാധാരണ അവിടെ ചെന്ന് OSCE പരീക്ഷ എഴുതുന്നത്. ഇത് OSCE പരീക്ഷ അവിടെ ചെന്ന് എഴുതി. അപ്പോൾ നമുക്ക് അവിടുത്തെ NMC രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ മുൻഗണനയായിരിക്കും ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആകാൻ. അങ്ങനെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയി. പൈസ എല്ലാം
പെട്ടെന്ന് തന്നെ പല വ്യക്തികളിലൂടെയും ഈശോയും മാതാവും ഒരുക്കി തന്നു. അപ്പോഴൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് കൃപാസനം മാതാവാണ് എനിക്കിതെല്ലാം ചെയ്തു തരുന്നതെന്ന്. കാരണം ഒരു നോർമൽ പ്രോസസ്സ് പോലെയാണ് ഇതെല്ലാം പോയത്. പിന്നെ വിസയുടെ കാര്യങ്ങളായാലും അതിന് വേണ്ടിയിട്ടുള്ള പൈസയുടെ കാര്യങ്ങളായാലും എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. അങ്ങനെ ഞാൻ വിസയുടെ അപ്പോയിൻമെൻറ്റിന് പോയപ്പം അവിടെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പാസ്പോർട്ടിൻ്റെ അകത്തും ഉപ്പിട്ട് ഞാൻ അയച്ചിരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തന്നെ വിസ അടിച്ച് കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് പ്രയോറിറ്റി വിസയാണ് വെച്ചിരുന്നത്. 3 ദിവസം കൊണ്ട് വിസ എനിക്ക് അടിച്ചു കിട്ടി. ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി. അങ്ങനെ ഞാൻ UK പോയി. ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഡിസംബർ 7-ാം തീയതിയാണ് UK പോകുന്നത്. അവിടുത്തെ ഒരാഴ്ചത്തെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഓസ്കി പരീക്ഷ അറ്റൻഡ് ചെയ്തു. 17-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. എന്നെ അത്ഭുതകരമായിട്ട് ഈശോയും മാതാവും അവിടെ പാസ്സാക്കി. അതിൻ്റെ അകത്ത് ഒരു 2 സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓസ്കി എക്സാമിൻ്റെ സമയത്ത് 2 സ്റ്റേഷൻ്റെ അകത്ത് മാതാവ് നടത്തിയ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. എനിക്ക് ഒരു സ്റ്റേഷൻ്റെ അകത്ത് എഴുതാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എങ്ങനെയോ അത് വിട്ടുപോയി, പഠിക്കാനുള്ള സമയത്ത് വിട്ടുപോയി. എനിക്ക് എന്താ അവിടെ എഴുതേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ അറിയത്തില്ല, ഓർത്തെടുക്കാനും എനിക്കറിയത്തില്ല അത്. അപ്പോൾ അവസാന നിമിഷം സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം ആരോ പറയുന്നത് പോലെ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ് ഈ ഉത്തരം എഴുതാൻ. അങ്ങനെ ഞാൻ ആ ഉത്തരം എഴുതി. സമയം നോക്കിയപ്പോഴേക്കും സമയമില്ല. അവിടെ എന്ത് അത്ഭുതമാണ് നടന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത് കണ്ട എക്സാമിനർ ഒത്തിരി സന്തോഷിച്ചു. അത് കഴിഞ്ഞ് വേറൊരു സ്റ്റേഷനിൽ എക്സാമിനർ എൻ്റെ ഒരു പോയിൻ്റ് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ച് ആ ഉത്തരം എൻ്റെ വായിൽ നിന്ന് വരുന്നിടം വരെ എന്നോട് ചോദിച്ച് അങ്ങനെ നല്ലൊരു എക്സാമിനറെ എനിക്ക് കിട്ടി. ഞാൻ അവിടെയും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആരും കാണാതെ തൊട്ട് മേളിൽ തന്നെ ക്യാമറയുണ്ട്. അപ്പോൾ അറിയാത്ത രീതിയിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 17-ാം തീയതി ഡിസംബർ 17-ാം തീയതി 2024 എൻ്റെ ഓസ്കിയുടെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. പിന്നീട് ഞാൻ അടുത്ത പ്രോസസ്സ്, അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഞാൻ ഉടമ്പടി എനിക്ക് 1 മാസം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങി. പിന്നെ എനിക്കൊരു ചിന്തയായി, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എൻ്റെ ഉടമ്പടി അത് ശരിയായില്ല എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് UK തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോന്നു. ചേച്ചിയുടെ കൊച്ചിനെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം 6 മാസം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലാതെയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെയുണ്ട്, ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഉടമ്പടി ഉടുപ്പിയത് കാരണം ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുന്നത്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ UK പ്രോസസ്സിങ്ങിൽ ഓസ്കി പരീക്ഷ കഴിഞ്ഞ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എൻ്റെ കർണാടക നഴ്സിംഗ് കൗൺസിലിംഗ് ഒന്ന് കൊടുത്ത ഒരു പേപ്പർ അത് എക്സ്പയർ ആയി പോയായിരുന്നു. അത് വീണ്ടും ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നു. അത് ഒരു തവണ ചെയ്തു, അത് ശരിയായില്ല. നല്ല രീതിയിൽ പൈസ കൊടുത്താണ് അത് ചെയ്തത്. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് കൂടിയും അത് ഒന്നുകൂടെ അത്രയും തന്നെ പൈസ കൊടുത്ത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു. എനിക്ക് മനസ്സിലായി ഉടമ്പടി ഉടുപ്പിയത് കൊണ്ട് എനിക്ക് വന്നതാണ് ഇതെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഒരു സമയത്ത് തന്നെ എന്നെ ആത്മീയമായി സഹായിച്ച ജോണിക്കുട്ടി എന്നൊരു ബ്രദറും പിന്നെ എൻ്റെ മമ്മിയുടെ ചേച്ചിയായ സൂസി എന്ന് പറഞ്ഞൊരു ആൻറ്റിയും എന്നെ ഒത്തിരിയേറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മീയമായി എന്നെ ഒത്തിരിയേറെ സഹായിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് ചൊല്ലി. അങ്ങനെ മാർച്ച് 27-ാം തീയതി എനിക്ക് ആ കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള പേപ്പർ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ NMCയുടെ പിന്ന് കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി. അതും മാർച്ച് 17-ന് കർണാടക എന്നുള്ളത് കിട്ടി. 27-ന് എൻ്റെ NMCയുടെ പിന്ന് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ളത് ഇൻ്റർവ്യൂ ആണ്. അതിന് വേണ്ടിയിട്ട് പല ട്രാക്ക് ജോബ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ ഞാൻ പല ഹോസ്പിറ്റലിലും അപ്ലൈ ചെയ്ത് തുടങ്ങി. ഞാൻ അപ്ലൈ ചെയ്ത് ആ ഒരു സമയത്തെല്ലാം ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു. കാരണം പല കുത്തുവാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ബാധ്യതയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള ഹെൽപ്പും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ താഴെ എൻ്റെ അനിയനും എല്ലാം പഠിക്കുന്നുണ്ട്. ചേച്ചിക്ക് ഹൗസിംഗ് ലോണിന് അടയ്ക്കേണ്ട കാര്യങ്ങളും ചേച്ചിയുടെ ഫാമിലിയുടെ നോക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിൽ, എനിക്ക് അങ്ങോട്ടൊന്നില്ല ഇങ്ങോട്ടൊന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എനിക്കൊരു വിദേശ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അവസ്ഥയായി. ഞാൻ മുന്നോട്ട് പോയി എൻ്റെ മാനസികാവസ്ഥ വല്ലാതെ തകർന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ എൻ്റെ മനോനില തെറ്റുമെന്നുള്ളൊരു അവസ്ഥ വരെ എത്തി ഞാൻ.
അത് പറഞ്ഞ് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും മോശമായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് UK നിന്ന് വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് പോരുന്നതിന് മുന്നേ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഞാൻ വീട്ടിൽ പോകത്തില്ല. കാരണം വീട്ടിൽ ചെന്നിട്ടുള്ള എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു മാസം ഉള്ളപ്പോൾ മെയ് 8-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള നോട്ടിഫിക്കേഷൻ വരുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈശോയും മാതാവ് അനുഗ്രഹിച്ചത് മാത്രമാണ്. അങ്ങനെ മെയ് 23-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ഞാൻ ചെന്ന് വേറൊരു വഴിയായിരുന്നു. അവിടെ ഞാൻ ഒരു ഡെഡ് എൻഡിൽ ചെന്ന് നിൽക്കുകയാണ്. മുന്നോട്ട് എന്താ വഴിയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെയെല്ലാം ഒത്തിരി തടസ്സങ്ങൾ ഇൻ്റർവ്യൂവിന് മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ഇൻ്റർവ്യൂവിന് അമ്മ എന്നെ കൂളാക്കി. ഞാൻ അവിടെ അവർ കാണാതെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. വിചാരിച്ചതിലൊക്കെ നന്നായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ എൻ്റെ റിസൾട്ട് വരുന്നത് 27-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് UK പോകാൻ പറ്റിയത് ഡിസംബർ 7-ാം തീയതിയാണ്. എനിക്ക് ഓസ്കിയുടെ റിസൾട്ട് വന്നത് 17-ാം തീയതിയാണ്. പിന്നെ എൻ്റെ കർണാടകയിൽ നിന്നുള്ള പേപ്പർ കിട്ടിയത് ഒരു 17-ാം തീയതിയാണ്. എൻ്റെ NMCയുടെ പിന്ന് കിട്ടിയത് ഒരു 27-ാം തീയതിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കിയപ്പോൾ ഇതിലെല്ലാം ഒരു കണക്ഷനുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമായ 7 ആ എല്ലാ ഡേറ്റിലും ഉണ്ട്. അപ്പോൾ 27-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഇത് എനിക്ക് തന്നെ ഉള്ളതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ 27-ാം തീയതി വന്നു. എനിക്ക് അവരെന്നെ വിളിച്ച് പറയുകയാണ് എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷനായി, ഞാൻ അവിടെ പാസ്സായി എന്ന്. അങ്ങനെ ആ ഒരു പോസ്റ്റ് എനിക്ക് കിട്ടുവാണ്. അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്ന കുറച്ച് നാളും കൂടെ UK ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ തിരിച്ചു വന്നിട്ട് വീണ്ടും കുറച്ച് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് കുറച്ച് ഡിലേ പിന്നെയും വന്നു. അപ്പോഴേക്കും പിന്നെയും ഞാൻ മാനസികമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇനിയും ഡിലേ ആക്കാതെ ഒറ്റയ്ക്കെങ്കിലും വരാമെന്ന് കരുതി ഞാൻ തീരുമാനിച്ചപ്പം എൻ്റെ മമ്മിക്കും വരാനുള്ള രീതിയിലുള്ള സൗകര്യങ്ങളും ഈശോയും മാതാവും ഒരുക്കി. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി. ഉടമ്പടി പുതുക്കി ഞാനിവിടെ എന്ത് കാരണത്താലാണോ വന്നത്, അത് ഒരു മാനസികമായ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് അവിടെ ഇരിക്കുന്ന ബ്ലെസ് ചെയ്യുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അന്ന് തൊട്ട് എനിക്കുണ്ടായിരുന്ന മാനസികമായ ബുദ്ധിമുട്ട്, വീട്ടിൽ 4 പേരുണ്ട്. വീട്ടിൽ ഞാനാണോ ഒന്നിനും പഠിക്കാനൊക്കെ പുറകോട്ടും എല്ലാം ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടുകാർ കാരണമാണ് ഞാൻ ഇങ്ങനെയായി പോയത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക, എല്ലാവരും എന്നെ താഴ്ത്തുക. അപ്പോൾ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ആശീർവാദം കിട്ടി ഞാൻ പോയതിന് ശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ കരഞ്ഞിട്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ എൻ്റെ ദാഹം കൂടുകയുള്ളൂ. അപ്പോൾ ഞാനത് മനസ്സിലാക്കി. എനിക്ക് എന്തോ ഒരു മാറ്റം എനിക്ക് സംഭവിച്ചു. അത് കൃപാസന അമ്മ മാതാവ് വഴിയാണ് സംഭവിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ ഓരോ പേപ്പേഴ്സൊക്കെ ചിലതൊക്കെ ഡിലേ ആകുന്നുണ്ടായിരുന്നു. പക്ഷേ മാതാവ് അതെല്ലാം കറക്റ്റ് 17-7 എന്നൊക്കെയുള്ള തീയതികളിൽ എനിക്ക് കറക്റ്റ് അത് കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു. എൻ്റെ COS വന്നത് ഡിലേ ആയെങ്കിലും അത് കറക്റ്റ് മാതാവ് കൊണ്ടുവന്ന് തന്നത് ജൂലൈ 7-ാം തീയതിയാണ്. എൻ്റെ വിസ അപ്ലൈ ചെയ്തത് ഞാൻ ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തും പാസ്പോർട്ടിൻ്റെ അകത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വിസ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വർക്ക് വിസയല്ലേ, പെട്ടെന്ന് കിട്ടും, ഒരു കുഴപ്പമില്ലാതെ കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഇതെനിക്ക് ഈശോയും മാതാവും തന്ന ജോലിയാണ്. അപ്പോൾ ഇവിടെ ഈശോ മഹത്വപ്പെടണമെങ്കിൽ മാതാവേ ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് അപ്ലൈ ചെയ്തത്. 2 ആഴ്ചയെങ്കിലും എടുക്കും. ഞാൻ ഓഗസ്റ്റ് 4-ാം തീയതി അപ്ലൈ ചെയ്തത്. എനിക്ക് 7-ാം തീയതി വിസ തന്ന് മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇതാണ് ഇനി ഞാൻ ഈ 29-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. ഇനി എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും കുഞ്ഞുനാൾ മുതലേ ഈശോയോട് എനിക്ക് ഒത്തിരി അടുപ്പമുണ്ട്, ഒത്തിരി സ്നേഹമാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് പോകുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, എനിക്കൊരു നല്ല സമർപ്പണമില്ല. അതെല്ലാം എനിക്ക് മനസ്സിലായത് ഉടമ്പടി വഴിയാണ്.
എന്നെ സ്പർശിച്ച 2 വചനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാൽ വീഴുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ആ വചനം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. അത് വളരെ സത്യമായ വചനമാണ് എൻ്റെ കാര്യത്തിൽ. പിന്നെ ഒരു വചനം, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് നൽകപ്പെടും. അതും എൻ്റെ കാര്യത്തിൽ സത്യമാണ്. ഞാൻ എപ്പോഴെല്ലാം ദൈവത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടോ, ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, ആദ്യമേയൊക്കെ എനിക്ക് പൈസ കുറവായത് കാരണം എൻ്റെ കയ്യിലുള്ളതുപോലെ എന്നെ കണ്ടുമുട്ടുന്നവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഒരു വൃദ്ധസദനത്തിൽ പോയി അവിടെ അമ്മമാരോട് സംസാരിക്കുകയും, പിന്നെ ഒരു നേഴ്സ് ആയതുകൊണ്ട് കൂടുതൽ ശുശ്രൂഷ ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. അതിന് എനിക്ക് സാധിച്ചു. അങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പത്രം കൊണ്ടേ കൊടുത്തത് ജസ്റ്റ് വിശ്വാസപ്രമാണം ചൊല്ലി കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ തവണ ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി. ഞാൻ പാലാ ടൗണിൽ ഓരോ കടകളിലും ഇറങ്ങി അങ്ങനെയാണ് കൊടുത്തിരുന്നത്. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഈശോ ഇന്നും ജീവിക്കുന്നു. ഈശോയാണ് ഏക രക്ഷകൻ.